ഹായ്, ഞാൻ സ്നേഹ. എസ്എൽ ടോക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്, ഇപ്പം നിങ്ങൾ പ്രണയിക്കുന്ന ഒരു പെൺകുട്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ മിക്കവരും പ്രണയിക്കുന്നവരെ ആയിരിക്കും. ഇപ്പം വീഡിയോ കാണുന്ന കുറേ പേര് പ്രണയിക്കുന്ന ആളുകളുണ്ട്. അതേപോലെ മാരേജ് കഴിഞ്ഞിട്ടുള്ള ആളുകളുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ മാരേജ് കഴിഞ്ഞവർക്കും അതുപോലെ പ്രണയിക്കുന്നവർക്കും വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രണയബന്ധത്തിലൊക്കെയുള്ള പെൺകുട്ടി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ, നിങ്ങളെ മിസ് ചെയ്യാൻ, അതേപോലെ തന്നെ നിങ്ങളുടെ മാറ്റങ്ങൾ കണ്ടുകൊണ്ട് ആശ്ചര്യപ്പെടുത്താനൊക്കെ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറയാനായിട്ട് പോകുന്നത്. ഒരു 3-4 പോയിന്റ്സും ഒക്കെ ഉള്ളൂ. അത് നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കാണുക, അതേപോലെ മനസ്സിലാക്കുക. ഇത് ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവർ നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു പേഴ്സണെ നമ്മളെ മിസ് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റുക എന്നുള്ളത് ഞാൻ പറയാം. ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ആവശ്യങ്ങൾ പറയലും എപ്പോഴും പരാതി പറയുന്ന ഒരു സ്വഭാവമൊക്കെ ഉണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് ചിലപ്പോൾ പലർക്കും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമ്മളുടെ ആവശ്യങ്ങൾ പറയുക അല്ലെങ്കിൽ പരാതികൾ പറയുക. ഇതൊക്കെ സ്റ്റോപ്പ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ പെൺകുട്ടികളെ എപ്പോഴും കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യണമെന്ന് വിചാരിക്കുന്നവരാണ്. സോ അവരുടെ സ്നേഹവും നന്നായിട്ട് നമ്മളോട് എക്സ്പ്രസ് ചെയ്യണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടാവും. അങ്ങനെ കിട്ടാണ്ട് വരുമ്പോൾ നമ്മൾ പരാതികൾ പറഞ്ഞു തുടങ്ങും എന്നുള്ളതാണ്. ഇങ്ങനെ പരാതികൾ പറയുന്നത് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക. ചിലപ്പോൾ അവരുടെ സ്നേഹം അവർ കാണിക്കുന്നുണ്ടാവില്ല, പ്രകടിപ്പിക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ പറയുന്നുണ്ടായിരിക്കില്ല. എങ്കിലും നിങ്ങൾ പരാതികളൊക്കെ ഒന്ന് പറയാതിരിക്കുക എന്നുള്ളതാണ്. അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെപ്പോഴും ഇങ്ങനെ ആവശ്യങ്ങൾ പറയുന്ന ഒരാളായി മാറിക്കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ വരുന്ന ചിന്ത എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ അവരുടെ പുറകെ പോകുന്നു എന്നുള്ളതാണ്. അതായത് അവർ നമ്മളെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവരുടെ പുറകെ പോയിക്കൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ അർത്ഥം നമ്മൾ അവരെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതവർ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വളരെയധികം ആവശ്യമുള്ളൊരു പേഴ്സണായിട്ട് മാറുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ അവർ ചിന്തിക്കുക അവരെ വിട്ട് നമ്മൾ ഒരിക്കലും പോവില്ല എന്നുള്ളതാണ്. അങ്ങനെ ചിന്ത അവരുടെ മനസ്സിൽ വരുമ്പോൾ നമ്മളെ ശ്രദ്ധിക്കുന്നത് കുറഞ്ഞു വരും എന്നുള്ളതാണ്. സോ നിങ്ങൾ ചെയ്യേണ്ടത്, ഇത്തരത്തിൽ ആവശ്യങ്ങളൊക്കെ പറയുന്നൊരു സ്വഭാവം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പരാതി പറയുന്ന സ്വഭാവമൊക്കെ ഉണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക. അപ്പോൾ പെട്ടെന്ന് നിങ്ങളൊരു മാറ്റമൊക്കെ കാണുന്ന സമയത്ത് ഇവരെങ്ങനെ ചിന്തിക്കും, എന്തായാലും എന്താണ് ഇവർക്കിപ്പോൾ ആ പഴയ പോലെ ഇല്ലല്ലോ, അല്ലെങ്കിൽ എപ്പോഴും എന്നെ പ്രണയിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്കിങ്ങനെ എന്നെ മിസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് തിരിച്ചങ്ങനെ പറയാതെ തന്നെ കംപ്ലൈൻറ്റ് പറയുന്ന ഒരാളാണ്, എന്താ പറ്റിയത് എന്നവർ ചിന്തിച്ചു തുടങ്ങും. അപ്പോൾ അവരുടെ മനസ്സിൽ സ്വാഭാവികമായിട്ടും ഒരു പേടി വരും, ഇനിയിപ്പോൾ എന്നെ വല്ലാണ്ട് സ്നേഹമൊന്നുമില്ലേ, സ്നേഹം കുറഞ്ഞോ, അങ്ങനെ ഒരു പേടി വരും എന്നുള്ളതാണ്. അവിടെ മുതൽ നിങ്ങളെ അവർ ശ്രദ്ധിച്ച് തുടങ്ങും എന്നുള്ളതാണ്. അപ്പോൾ അതാണ് നമുക്ക് വേണ്ടത്. സോ ഒന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, കൂടുതൽ ആവശ്യങ്ങളോ അല്ലെങ്കിൽ പരാതികളോ ഒക്കെ പറയുന്ന ആ ഒരു സ്വഭാവം ഒന്ന് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, കുറച്ച് കുഞ്ഞു ബൗണ്ടറീസ് ഒക്കെ കൊണ്ടുവരിക എന്നുള്ളതാണ്. കുറേ കാര്യങ്ങൾ, അതിർത്തികൾ വെക്കുന്നത് നല്ലതാണ്. അതിർത്തികൾ എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു പേഴ്സണൽ സ്പേസ് ഉണ്ട്, അതിലേക്ക് അവരെ കടത്താതിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട തീരുമാനങ്ങളൊക്കെ നിങ്ങൾക്ക് സ്വയം എടുക്കാം. അതൊക്കെ അവരോട് ചോദിക്കേണ്ട ആവശ്യമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് അവരോട് പറയാം. അതായത് ഞാൻ ഇങ്ങനെ ചെയ്യാൻ പോവുകയാണെന്നുള്ളത് പറയാം. ഒരിക്കലും നിങ്ങൾ അവരുടെ അടുത്ത് ഞാനിങ്ങനെ ചെയ്യട്ടെ എന്ന് ചോദിക്കുന്ന ആ ഒരു സ്വഭാവം വേണ്ട. അങ്ങനെ ചോദിക്കുന്നതായിരിക്കും ചിലപ്പോൾ ഇത്ര നാൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുക. ഇവിടെ നിന്ന് അങ്ങോട്ട് മാറ്റുക. നിങ്ങൾ തീരുമാനിക്കുക നിങ്ങളുടെ ലൈഫ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത്. അങ്ങനെ കുറച്ച് ബൗണ്ടറീസ് ഒക്കെ കൊണ്ടുവന്ന് തുടങ്ങുമ്പോൾ അവിടെയും അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ച് തുടങ്ങും, എന്താണ് സംഭവിച്ചതെന്നുള്ളത്. ഇവിടെയൊക്കെ എന്താ ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ കാര്യങ്ങൾ സംഭവിക്കുമ്പോഴും അവർ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുകയും അതേസമയം നിങ്ങളെ മിസ് ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതാണ് നമുക്ക് വേണ്ടത്. സോ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, കുറച്ച് ബൗണ്ടറീസ് ഒക്കെ കൊണ്ടുവരാനായിട്ട് നിങ്ങൾ തയ്യാറാവുക. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ബി യുവർ സെൽഫ്. നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാം. ചിലപ്പോൾ പലരും എങ്ങനെയെന്നറിയോ, നമ്മളിപ്പോൾ എന്തെങ്കിലും ചെയ്ത് കഴിയുമ്പോൾ അവർക്കത് വിഷമാവോ എന്ന് വിചാരിച്ചിട്ട് പലതും ചെയ്യാണ്ടിരിക്കും. എന്നിട്ട് ചെന്ന് സോറി പറയുന്നുള്ളത്, അഥവാ ചെയ്ത് കഴിഞ്ഞാൽ പോയി സോറി പറയും. അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾക്ക് വേണ്ടി ചെയ്യുക. സോറി പറയേണ്ട ആവശ്യം അവിടെ ഇല്ല എന്നുള്ളതാണ്. ഒരു കാര്യങ്ങൾക്ക് നിങ്ങൾ അവരോട് പോയി സോറി പറയണ്ട. നിങ്ങളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ സോറി പറയുക. ഞാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെയല്ല. സോറി പറയേണ്ടടുത്ത് നമ്മൾ സോറി പറയും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യുമ്പോൾ അത് അവർക്ക് വിഷമാകുമോ എന്ന് വിചാരിച്ചിട്ടൊക്കെ ചെന്നിട്ട് സോറി ഇട്ട് ഞാൻ അങ്ങനെ ചെയ്ത് നിനക്ക് വിഷമായോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അങ്ങനെയൊന്നും വേണ്ട. അങ്ങനെ നിങ്ങൾ പറയരുത്. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അവർക്ക് സ്വയം തോന്നുന്നൊരു കാര്യമുണ്ട്, ഇത് അവളുടെ ലൈഫാണ്. അപ്പോൾ എനിക്ക് ഇവിടെ പ്രത്യേകിച്ച് യാതൊരു ഒരു വോയിസ് ഇല്ല, അല്ലെങ്കിൽ അവളെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു വോയിസ് എനിക്കില്ല എന്ന് അവർ സ്വയം മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതമാണ്, നിങ്ങളാണ് ഇവിടെ ജീവിക്കുന്നത് എന്നുള്ള ഒരു ചിന്ത അവരുടെ മനസ്സിലേക്ക് വരും. ഇവിടെയൊക്കെ അവർ നിങ്ങളുടെ മാറ്റങ്ങൾ കണ്ട് ആശ്ചര്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുക, നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ്. ഇനി നാലാമത്തെ പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ, ഗിവ് ഹിം സ്പേസ് ആണ്. അതായത് അവർക്ക് അവരുടേതായിട്ടുള്ള സ്പേസ് നിങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്.
ഇപ്പോൾ കുറേ പേര് ചെയ്യുന്നൊരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാം, അതേപോലെ നിങ്ങൾ ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സെയിം കാര്യം തന്നെ അവരുടെ കാര്യത്തിലും വരുന്നുണ്ട്. അതായത് അവർക്ക് അവരുടെ നല്ലൊരു സ്പേസ് ഉണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക, അതിൽ കയറി ഇടപെടാതിരിക്കുക. ഇപ്പം നിങ്ങൾ അവർക്കൊരു സ്പേസ് കൊടുക്കുന്ന സമയത്ത് അവർക്ക് അത് ഭയങ്കര ഹാപ്പി ആയിരിക്കും, മീൻസ് അവർക്ക് അത് അത്രയും സന്തോഷം നൽകുന്നു എന്നുള്ളതാണ്. എല്ലാ പുരുഷന്മാരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവർ ആഗ്രഹിക്കുന്ന ലൈഫ് അവർക്ക് ജീവിക്കാൻ പറ്റണം, എപ്പോഴും ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റണം എന്നുള്ളതാണ്. അപ്പോൾ അതിനിങ്ങനെ കൺട്രോൾ ചെയ്ത് നിർത്തുന്ന, അല്ലെങ്കിൽ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് തീരെ അത് ഇഷ്ടപ്പെടില്ല എന്നുള്ളതാണ്. സോ നിങ്ങളുടെ ആ സ്വഭാവം മാറ്റാം, അവർക്ക് അവരുടെ സ്പേസ് കൊടുക്കുക, അവർക്ക് വേണ്ട പോലെ അവർ ജീവിക്കട്ടെ, അവർക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്തു പോകണോ പോയിക്കോട്ടെ, അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ അനുവാദം കൊടുക്കുക എന്നുള്ളതാണ്. ഒരിക്കലും അതിൽ കയറി ഇടപെടാതിരിക്കുക. അപ്പം ഇങ്ങനെയാവുന്ന സമയത്ത് അവർക്ക് നിങ്ങളോട് വല്ലാത്ത റെസ്പെക്ട് തോന്നുന്നത് മാത്രമല്ല അവിടെ സ്നേഹവും കൂടുന്നുണ്ട്. അതേസമയം നിങ്ങൾ അവരുടെ കൂടെ ഇല്ലാതിരിക്കുമ്പോഴൊക്കെ അവർ നിങ്ങളെ മിസ് ചെയ്യും എന്നുള്ളതാണ്. ബിക്കോസ് നിങ്ങൾ കൂടെ ഉള്ളപ്പോഴും അവർ ഫ്രീ ആണ്. അപ്പോൾ അത്രയും നന്നായിട്ട് ഒരു ഫ്രീഡം നൽകുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യാൻ തുടങ്ങും, നിങ്ങളെ സ്നേഹിച്ച് തുടങ്ങും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ പുരുഷന്മാരുടെ കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പോൾ വിവാഹം കഴിഞ്ഞവരാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ പ്രണയിക്കുന്നവരാണെന്നുണ്ടെങ്കിലും പലരും അവരുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് കുറേയൊക്കെ ഡിസ്കസ് ചെയ്യാറുണ്ട്. നമ്മൾ ലേഡീസിനെ പോലെ പറയാറില്ലെങ്കിലും കുറേയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെങ്കിലും പറയാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മറ്റുള്ളവർ പറയാണ്, പേടാ ഞാൻ ഇങ്ങനെ സ്നേഹിക്കുന്ന പെൺകുട്ടി എന്നെ ഒന്നിനും സമ്മതിക്കില്ലടാ, അവൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് ഇവരാലോചിക്കുക എന്താണെന്നറിയോ, മീൻസ് നിങ്ങൾ ഇവർക്ക് ഇവരുടേതായിട്ടുള്ള സ്പേസ് കൊടുക്കുന്ന ഒരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ഇവരാലോചിക്കാം, അപ്പോൾ എൻ്റെ ലൈഫ് എത്ര അടിപൊളിയാണ്, ഞാൻ ആഗ്രഹിച്ച പോലൊരു പെൺകുട്ടിയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്, എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട് അവിടെ, എനിക്ക് എൻ്റെതായിട്ടുള്ള ഫ്രീഡം ഉണ്ട്, എൻ്റെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് എനിക്ക് അവളോട് ചോദിക്കേണ്ട ആവശ്യമില്ല, എൻ്റെ സന്തോഷമാണ് അവളുടെ സന്തോഷം എന്നൊക്കെയാണ് ഇവർ വിചാരിക്കുക എന്നുള്ളത്. അപ്പം ആ ഒരു സമയത്ത് നിങ്ങൾക്ക് അവിടെ റെസ്പെക്റ്റ് ആണ് കിട്ടുന്നത്. അപ്പം നിങ്ങൾ അവിടെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ സ്പേസ് വിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഇനി അഞ്ചാമത്തെ ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ അവർക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് കൃത്യമായി ചോദിക്കുക എന്നുള്ളതാണ്. ഇത് പല പെൺകുട്ടികളും ചെയ്യാൻ മടിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ചോദിക്കണോ, എന്താ വേണ്ടതെന്നുള്ളത് ചോദിക്കണം എന്നുള്ളത്. എന്താ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിലേഷൻഷിപ്പിൽ അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അവരോട് തുറന്ന് ചോദിക്കുക. നിങ്ങളുടെ ആവശ്യങ്ങളും അവരോട് തുറന്ന് പറയുക എന്നുള്ളതാണ്. പക്ഷെ മിക്ക ബോയ്സും എങ്ങനെയാണെന്ന് അറിയോ, അവർക്ക് ഈ റിലേഷൻഷിപ്പിൽ അവരുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും തുറന്നു പറയില്ല, എക്സ്പ്രസ് ചെയ്യില്ല എന്നുള്ളതാണ്. പറയാൻ അത്ര വലിയ മനസ്സ് കാണിക്കില്ല എന്നുള്ളതാണ്. പക്ഷെ നമ്മൾക്കാണെങ്കിൽ അറിയാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടാവും. പക്ഷെ നിങ്ങൾ ചോദിക്കുക, എന്താണ് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ആവശ്യം, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് എങ്ങനെ കൊണ്ടുപോകണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ഞാൻ എങ്ങനെ ആകണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. എന്നിട്ട് അതേപോലെ മാറണം എന്നല്ല ഞാൻ പറയുന്നത്, എങ്കിലും പറ്റുന്ന രീതിയിൽ അവരാഗ്രഹിക്കുന്ന ആ ഒരു രീതിയിലേക്ക് കുഞ്ഞതായിട്ടെങ്കിലും മാറാനായിട്ട് ശ്രമിക്കുക. ഇവിടെയൊക്കെ നമ്മൾ അവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നിങ്ങൾ ത്യാഗം സഹിക്കാമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ചെറിയ രീതിയിലെങ്കിലും അവർക്ക് വേണ്ട രീതിയിൽ നമ്മളൊന്ന് മാറി തുടങ്ങുമ്പോൾ, പക്ഷെ ഒരിക്കലും അവർക്ക് വേണ്ടി നമ്മൾ മാറി എന്ന് തോന്നിപ്പിക്കാനും പാടില്ല. അപ്പം അവരാഗ്രഹിക്കുന്ന കുറേ സ്വഭാവങ്ങൾ നമ്മളിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഉറപ്പായിട്ടും അവർ നമ്മൾ ഒരുപാട് സ്നേഹിച്ച് തുടങ്ങും എന്നുള്ളതാണ്. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ആബ്സെൻസ് അവരെ വല്ലാതെ മിസ് ചെയ്യിപ്പിക്കും. അപ്പം അതൊക്കെയാണ് നമുക്ക് വേണ്ടത്. അപ്പം നിങ്ങൾ ഇവിടെ ചോദിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യം തുറന്ന് ചോദിക്കാം. അതിനുള്ള ആൻസർ എന്തെങ്കിലുമൊക്കെ കിട്ടും. അങ്ങനെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക, ആ രീതിയിൽ പെരുമാറാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഒരിക്കലും നിങ്ങൾ അവരുടെ പുറകെ പോകുന്നു എന്നൊരു തോന്നൽ ഉണ്ടാക്കാതിരിക്കാനായിട്ട് കൂടി ശ്രമിക്കണം. ആറാമത്തെ പോയിന്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ നല്ല കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു ലേഡി ആയിട്ട് മാറാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു പെൺകുട്ടിയായിട്ട് നിങ്ങൾ മാറുക. ഇപ്പം നിങ്ങൾ ഒരുപാട് നീഡി ആയിട്ടുള്ള, അതായത് എപ്പോഴും ആവശ്യങ്ങൾ പറയുന്ന ഒരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു പെൺകുട്ടിയെ ഒരു പുരുഷനും ആഗ്രഹിക്കില്ല എന്നുള്ളതാണ്. അവർ സ്നേഹിക്കുകയില്ല. അവർക്ക് എപ്പോഴും വേണ്ടത് കുറച്ച് കോൺഫിഡൻ്റ് ആയിട്ടുള്ള, സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന, അവരുടെ പുറകെ പോവാത്ത ഒരു പെൺകുട്ടിയാണ്. അവരുടെ പുറകെ ഇങ്ങനെ പോകുന്ന ഒരാളാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ആവശ്യങ്ങൾ പറയാമെന്ന് പറഞ്ഞല്ലോ, എപ്പോഴും ആവശ്യങ്ങൾ പറയുന്ന ഒരാളാണെങ്കിൽ ആ ഒരാൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നാണ് അവിടെ അർത്ഥം. അപ്പം നമ്മൾ അവരുടെ പുറകെ പോകുന്നു എന്നവർ ചിന്തിക്കും. അങ്ങനെ പോകുന്നവരെ പുരുഷന്മാർക്ക് ആൺകുട്ടികൾക്ക് ഇഷ്ടമല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കാൻ കഴിയണം. നിങ്ങൾ എപ്പോഴും ഭയങ്കര കോൺഫിഡൻ്റ് ആയിരിക്കണം. അതായത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയണം. അങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ കാണിച്ചു കൊടുക്കുക. അവരെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല നിങ്ങൾ ഇരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണിച്ചു കൊടുക്കുക. അങ്ങനെ നിങ്ങളുടെ സെൽഫ് വർത്ത് കൂട്ടുക എന്നുള്ളതാണ്. അതല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് വാല്യൂ ഉള്ള ഒരാളായിട്ട് മാറാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെയൊക്കെ നിങ്ങളിൽ മാറ്റങ്ങൾ വരുന്ന സമയത്ത് അവരുടെ ചിന്തയിലും വളരെയധികം മാറ്റങ്ങൾ വരും. അതേപോലെ തന്നെ അവർ നിങ്ങളെ ശ്രദ്ധിക്കാൻ തുടങ്ങുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട.
ഇവിടെ നമുക്ക് വേണ്ടത് അവരുടെ അറ്റൻഷൻ കിട്ടുക, അല്ലെങ്കിൽ അവർ നമ്മളെ ശ്രദ്ധിക്കുക, നമ്മൾക്ക് വേണ്ട രീതിയിൽ അവർ പെരുമാറുക എന്നുള്ളതൊക്കെയാണ്, നമ്മളെ അവർ മിസ് ചെയ്യുക എന്നൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ നിങ്ങളുടെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ചിലപ്പോൾ നിങ്ങൾക്ക് പ്രയാസമായിട്ട് തോന്നുന്നുണ്ടാവും. പെട്ടെന്നൊരു മാറ്റം എന്നല്ല ഞാൻ പറയുന്നത്, എന്നാലും കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും കുറച്ച് പെട്ടെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങളാണ് കൊണ്ടുവരേണ്ടത്. അങ്ങനെ ആവുന്ന സമയത്ത് എന്തായാലും അവരിൽ ചിന്തകൾ ഉണ്ടാവും, എന്തുകൊണ്ട് ഇവളിൽ ഇങ്ങനെ ഒരു മാറ്റങ്ങൾ വന്നു എന്നുള്ളത്. അങ്ങനെ അവർ ചിന്തിച്ച് തുടങ്ങുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ അവർ നിങ്ങൾക്ക് തരാതിരുന്ന അറ്റൻഷൻ കാര്യങ്ങളൊക്കെ അവർക്ക് തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും. അങ്ങനെയൊക്കെ നിങ്ങളെ ശ്രദ്ധിക്കാനും സ്നേഹിക്കാനും ഒക്കെ തുടങ്ങും എന്നുള്ളതാണ്. സോ ആ ഒരു കാര്യം നടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോയിന്റ്സുകൾ ഒന്ന് ഫോളോ ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങളുടെ ആർക്കെങ്കിലും ഒക്കെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ഒക്കെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും കൂടി ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്